ഹായ് അസ്സലാമു അലൈക്കും. ഞാനങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മാങ്ങ അങ്ങനെ കാണുന്നുണ്ട്. മൂവാണ്ടനാണ്. നമുക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് നല്ലൊരു ജ്യൂസ്, അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം. നല്ല ചൂടാണ് ഇവിടെയൊക്കെ. ആലപ്പുഴയിലൊക്കെ നല്ല അടിപൊളി ചൂടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മാങ്ങ കൊണ്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. ഈ ഒരു മാങ്ങ കൊണ്ട് നമുക്ക് ഒരു 2-2.5 ഗ്ലാസ്സോളം ജ്യൂസ് ഉണ്ടാക്കാം. നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഒരു പഴുക്കാനായൊരു മാങ്ങയാണ്. ആ ഒരു ടൈമത്തെ മാങ്ങ എടുത്തിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. പച്ച മാങ്ങയല്ല, ചെറിയൊരു പുളിപ്പൊക്കെ ഉള്ള മാങ്ങയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതാക്കി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാറിലേക്ക് ഇട്ടെടുക്കാം ഈ അരിഞ്ഞെടുത്ത മാങ്ങ. ഇനി അതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടുക. ഒരുപാട് മധുരത്തിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ജ്യൂസ്. ഒരു 2 നുള്ളു ഉപ്പും കൂടി. ഈ മാങ്ങയുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി റിഫ്രഷിങ്ങിനായിട്ട് പുതിനയില ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പുതിനയില ഇല്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ജ്യൂസ്. 1 ഗ്ലാസ്സോളം തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ആ മാങ്ങ ഒക്കെ നന്നായിട്ട് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചത്. ഇനി നമുക്ക് അതിലേക്ക് 1.5 ഗ്ലാസ്സോളം കൂടി വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം കുടിക്കണം എല്ലാവരും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ജ്യൂസുകളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ജ്യൂസാണ്. മാങ്ങക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ്. ഈ ഒരു ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം.